പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് കുറെ ആൾക്കാർ ഫ്രീ ആയിട്ട് ട്രേഡിംഗ് കോഴ്സ് കൊടുക്കുന്നത്. എന്താണ് അതിൽ അക്ഷയുടെ ഒരു വ്യൂ? ഫ്രീ ഫ്രീ എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഷഹലിന്റെ മൈൻഡിൽ എന്താ പറയുക? ഒന്നില്ലേ, ആൾക്കാരെ അട്രാക്ട് ചെയ്യാനുള്ള പോയിന്റ്. എപ്പോഴും ആലോചിച്ചാൽ മതി, ഒരു സാധനം ഫ്രീ ആയിട്ട് ഒരാൾ ഒന്നും കൊടുക്കില്ല. ജസ്റ്റ് ഒരു ലോജിക്കലി ചിന്തിച്ചാൽ മതി. ഫ്രീ ആയിട്ട് എന്തെങ്കിലും നമുക്ക് അവിടെ കിട്ടുന്നുണ്ടോ, അതിന്റെ ബാക്ക് എൻഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവർ അതിനുള്ള പ്രോഫിറ്റ് എടുക്കുന്നുണ്ടോ? അപ്പൊ ഈ ട്രേഡിംഗ് കോഴ്സ് ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ ഈ പഠിപ്പിക്കുന്ന മെന്റർ അല്ലെങ്കിൽ ആ ഒരു പറയുന്ന വ്യക്തിക്ക് എന്തായിരിക്കും ബെനിഫിറ്റ്? കുറെ ഓപ്ഷൻസ് ഉണ്ട് അതിൽ. ഒന്ന്, ബ്രോക്കർ പാർട്ടിൽ അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടാക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. കുറെ ബ്രോക്കർ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് പല ഓഫേഴ്സ് തരും. കാരണം അവർക്ക് ആസ് എ ബ്രോക്കറിനെ സംബന്ധിച്ച് എന്താ വേണ്ടത്, ട്രേഡിംഗ് നടക്കണം. അതിപ്പോൾ അവരെന്ത് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഓപ്ഷൻസും എന്ത് ചെയ്യും, ക്ലയൻസിന് വേണ്ടി കൊടുക്കും. കൂടെ ഈ നമ്മുടെ സാധാരണക്കാരൻ ആയിട്ടുള്ള ട്രേഡേഴ്സിന് ഒന്നുകൂടെ ഈസി ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, ജസ്റ്റ് നിങ്ങൾ ഫസ്റ്റ് ചോദിക്കേണ്ട 2-3 കാര്യമാണ്. ഒരു ഫ്രീ എന്ന് കേൾക്കും, എന്താണ് അവരുടെ നീഡ്, ഫസ്റ്റ് അവരെ ചോദിക്കാം. മിക്ക ആൾക്കാർ എന്താ ഫ്രീ എന്ന് പറയും, നിങ്ങളടുത്ത് പറയും ഇത്ര എമൗണ്ട് നിങ്ങൾ ഈ ബ്രോക്കറിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ട്രേഡിംഗ് ഞങ്ങൾ പഠിപ്പിച്ചു തരാം. അപ്പം തന്നെ നിങ്ങൾ ആലോചിക്കാം, ആ ബ്രോക്കറാണ് അപ്പോൾ അവർക്ക് ഫണ്ട് കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് ബ്രോക്കർ ഫണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ബ്രോക്കർക്ക് എവിടെ നിന്ന് ഫണ്ട് കിട്ടും? നിങ്ങളുടെ ട്രേഡ് നടക്കും. ആ ട്രേഡ് നടക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾക്കൊരു ട്രേഡ് അറിയണം. ഇത് അറിയാണ്ട് നിങ്ങൾ ട്രേഡ് എടുപ്പിക്കലാണ് ആരുടെ പണി? അപ്പം ആ മെന്ററിന്റെ പണി. അവിടെ പഠിപ്പിക്കലല്ല നടക്കുന്നത്, അവിടെ ട്രേഡിങ് എടുപ്പിക്കൽ മാത്രമേ നടക്കുന്നുള്ളൂ. അവിടെ ബൈ ഓർ സെൽ അത്രേ ഉള്ളൂ. അല്ലാണ്ട് അവിടെ പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് മീൻസ് അവർക്ക് നിങ്ങൾ പ്രോഫിറ്റ് ആവണമെന്ന് ഒരിക്കലും നിർബന്ധമില്ല. ഒരു ക്ലയന്റോ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ പ്രോഫിറ്റ് ആവുന്ന ഒരു നിർബന്ധവും ഇല്ല. കാരണം ആരാണ് അവർക്ക് പൈസ കൊടുക്കുന്നത്? ബ്രോക്കറാണ് പൈസ കൊടുക്കുന്നത്. ഒരിക്കലും ക്ലയന്റ് അടുത്ത് അവർ പൈസ വാങ്ങുന്നില്ല. ബ്രോക്കർക്ക് എവിടെയാണ് ബെനിഫിറ്റ്? ലോസ് ഓർ പ്രോഫിറ്റ്. അവിടെ എന്ത് നടന്നാലും അവിടെ ട്രേഡ് പ്ലേസ് ആണ്. പക്ഷെ അത് മാക്സിമം ഏറ്റവും കൂടുതൽ ഡെയിലി നമ്മൾ ട്രേഡ്സ് എടുക്കുന്ന സമയത്ത് മിക്ക സമയം നമുക്ക് കറക്റ്റ് പൊസിഷൻസ് കിട്ടില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ എന്തായിരിക്കും, ലോസിലേക്ക് ഓവറോൾ മന്ത് എൻഡിൽ നോക്കുമ്പോൾ. കാരണം ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ കാര്യമല്ല. അപ്പോൾ അതിൽ അവർ ഫ്രീ ആയിട്ട് അവർ കൊടുക്കുന്നത് എന്തായിരിക്കും, ജസ്റ്റ് ബേസിക് ക്ലാസ് ആയിരിക്കും. ഒരിക്കലും ഒരു ബേസിക് പഠിച്ചിട്ട് ഒരാൾക്കും ട്രേഡിംഗ് എന്ന് പറയുന്ന ഇതിലേക്ക് വന്നിട്ട് ഒരു സക്സസ്ഫുൾ ട്രേഡർ ആവാൻ പറ്റില്ല. വരാം, ട്രേഡിംഗ് എന്താണെന്നറിയാം, കയ്യിലുള്ള പൈസ പോകും, അല്ലാണ്ട് അവർക്ക് സക്സസ്ഫുൾ ആയിട്ട് ഒരു ട്രേഡർ ആവാൻ പറ്റില്ല. ജസ്റ്റ് ഫ്രീ എന്ന് പറയുന്ന എൻക്വയറി ചെയ്ത് പല ആൾക്കാരുണ്ടാവും. അവർ അനുഭവിച്ചൊരു മെയിൻ കാര്യമായിരിക്കും, ഫസ്റ്റ് ഫ്രീ എന്ന് പറയുമ്പോൾ അവർക്ക് എന്തെങ്കിലും ബേസിക് ക്ലാസ്സും കൊടുക്കും. അത് കഴിഞ്ഞ് വരും, നിങ്ങൾക്ക് ഇതിൻ്റെ അഡ്വാൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അഡ്വാൻസ് ക്ലാസ് പഠിക്കണം, അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് കോഴ്സ് ഉണ്ട് അതെടുക്കണം, അതിന് ഇത്ര എമൗണ്ട്. അവിടെയാണ് ഇവരെ റിയൽ ഫേസ് വരുന്നത്, ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ റിയൽ ഫേസ് വരുന്നത്. ആക്ച്വൽ കോഴ്സിനെ മാർക്കറ്റ് ചെയ്യാൻ ഇവരൊരു സബ്സിഡിയറി കോഴ്സ് അതും ഓപ്ഷൻ ആണ് അവർക്ക്. ഓക്കെ, പിന്നെ അല്ലാതെ ഇപ്പൊ ഒരാൾ പറയാണ്, ഇല്ല ഞാൻ കംപ്ലീറ്റ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, ബേസിക് മാത്രമല്ല, ഫ്രം ദ ബേസിക് ടു ദ അഡ്വാൻസ് മൊത്തം ഞാൻ ഫ്രീ ആയിട്ടാണ് പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എന്തായിരിക്കും അവിടെ ബെനിഫിറ്റ്? മൊത്തം ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കാന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ഓപ്ഷൻ എന്താണ്? ബ്രോക്കർ പാർട്ട്. അവരെ എമൗണ്ട് മീൻസ് ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കും. ട്രേഡിംഗ് ചെയ്യാൻ എന്ത് വേണം? ക്യാപിറ്റൽ വേണം. അപ്പം നെക്സ്റ്റ് അവരെ എയിം എന്തായിരിക്കും? അവരുടെ ക്യാപിറ്റൽ. അതായത് ഈ പറയുന്ന മെൻഡർ നമുക്ക് ഓഫ്കോഴ്സ് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ബ്രോക്കറിലെ അക്കൗണ്ട് എടുത്തിരിക്കണം. അപ്പോൾ ഈ പറയുന്ന വ്യക്തി ഒരു ബ്രോക്കറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതെ, ആ ബ്രോക്കറിൽ ഈ പറയുന്ന സ്റ്റുഡൻറ്റിനെ അക്കൗണ്ട് എടുപ്പിക്കും, എന്നിട്ട് അതിനകത്ത് ട്രേഡ് ചെയ്യിപ്പിക്കും. അതൊരു നല്ല കാര്യമല്ലേ? അതായത് ഒരു ബ്രോക്കർ ഒരു മെൻഡർ ഒരു ബ്രോക്കറിനെ സജസ്റ്റ് ചെയ്യുക, അപ്പോൾ കുറച്ചുകൂടെ സ്റ്റുഡൻസിന് ഒന്നുകൂടെ ജെനുവിനിറ്റി ഫീൽ ചെയ്യല്ലേ ശരിക്കും ചെയ്യുന്നത്? അതൊരു നല്ല കാര്യമല്ലേ? നല്ല കാര്യമുണ്ട്, അതിൻ്റെ ചീത്ത കാര്യമുണ്ട്. 2 രീതിക്ക് നമുക്ക് ചിന്തിക്കാം. മീൻസ് ഒരു കോയിൻ ഉണ്ടാവും, അതിൻ്റെ നല്ല പാർട്ടുണ്ടാവും, ചീത്ത പാർട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ബാഡ് പാർട്ട് പറയാം, കാരണം എല്ലാവർക്കും അതാണല്ലോ കേൾക്കാൻ താല്പര്യം. ബാഡ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ആസ് എ ബ്രോക്കറിനെ സംബന്ധിച്ച് എന്താ, കസ്റ്റമേഴ്സ് വന്നാൽ മതി, അവിടെ ട്രേഡ് നടന്നാൽ മതി. അവർ പ്രോഫിറ്റ് ആവണോ ലോസ് ആവണോ എന്ന് ഒരിക്കലും ആ മെൻഡർക്കും ആവശ്യമില്ല, ബ്രോക്കർക്കും ആവശ്യമില്ല. ഓക്കെ, അപ്പം ഈ മെൻഡർ അവിടെ ഫോക്കസ് ചെയ്യുന്നത് ട്രേഡ് വോളിയം ചെയ്യിപ്പിക്കുക എന്നുള്ളതായിരിക്കും. എന്നാൽ മാത്രമേ അവിടെ ബ്രോക്കറിന് ബിസിനസ് കിട്ടുന്നുള്ളൂ, എന്നാൽ മാത്രമേ ഈ മെൻഡർക്ക് അതിൽ നിന്ന് ഒരു ബെനിഫിറ്റ് കിട്ടുന്നുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇല്ലാത്ത ഓപ്പർച്യൂണിറ്റീസ് പോലും നമ്മൾ ട്രേഡ് ചെയ്യേണ്ടി വരും. അതെ, അവിടെയാണ് ഈ സിഗ്നൽ ഗ്രൂപ്പ്സ് വർക്ക് ചെയ്യുന്നത്. കാരണം ലിമിറ്റ് ഡെയിലി ഏകദേശം 5 സിഗ്നൽ 10 സിഗ്നൽ ഗ്രൂപ്പിൽ വെറുതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ എന്താ അത് കാണും, പെട്ടെന്ന് ഇമോഷണലി വർക്ക്ഔട്ട് അവർ ട്രേഡ്സ് ക്ലിക്ക് ചെയ്യും. ആ ട്രേഡ്സ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്താ പോകുന്നത്, അവർ ലോസിലായിരിക്കും ചിലപ്പോൾ പോകുന്നുണ്ടാവും. ബട്ട് അവിടെ ആരാണ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്? ആ ബ്രോക്കറും. ആരാണോ അത് സജസ്റ്റ് ചെയ്തത്? അവരും. ഓക്കെ, അപ്പം നമ്മൾ ആക്ച്വലി ഇതുപോലൊരു ഫ്രീ ആയിട്ടൊരു ട്രേഡിംഗ് കോഴ്സ് കിട്ടുമെന്ന് പറയുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ ആ ഒരു മെൻറ്ററിനോട് ചോദിക്കേണ്ടതുണ്ട് അല്ലേ? അതെ, എന്തൊക്കെയാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്? അതെ, നിങ്ങൾ ഈ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു ബ്രോക്കറായിട്ട് അസോസിയേറ്റഡ് ആണോ? നിങ്ങൾ പറയുന്ന ബ്രോക്കറിൽ തന്നെ ഞങ്ങൾ അക്കൗണ്ട് എടുക്കേണ്ടതുണ്ടോ? നിങ്ങൾ പറയുന്ന അത്ര എമൗണ്ട് ഞങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ? അതൊരു പോയിന്റാണ്. നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇങ്ങനെയുള്ള ഫ്രീ കോഴ്സസിലൊക്കെ പോയിട്ട്. അതെ.